നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ ചോദിക്കാനുണ്ടോ അമ്മേ? കുഞ്ഞേച്ചി പൊളിക്കൊന്ന് ഉറപ്പാ. ഫസ്റ്റ് അടിക്കൂ കുഞ്ഞേച്ചി. ഒന്ന് പോടി, കടന്നു കൂടി അമ്മ. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷ ശാലിനി ഇത്. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നീ തോറ്റു. ഇനി ഒരു മടങ്ങിവരവില്ല. എടാ ഒന്ന് വണ്ടി വേഗം വിടറ. അല്ല എന്താ ഇപ്പൊ ഇത്ര ധൃതിയുണ്ട്. എത്രയും പെട്ടെന്ന് നേരിൽ കാര്യം ബോധ്യപ്പെട്ട് നെല്ലും പതിരും തിരിക്കണം. നേരി കണ്ട് ബോധ്യപ്പെടാനോ? അപ്പൊ ഏതെങ്കിലും സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോയ കാര്യമല്ല. അല്ല പിന്നെന്താ? അമ്മേ എന്തേ പെട്ടെന്ന് എന്ത് പറ്റി? മോളെ, നീ ഇന്റർവ്യൂല് ജയിക്കുമെന്നതില് അമ്മയ്ക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അതിലും വലുതാണല്ലോ കുടുംബം. മോളെ, നീ ഇന്റർവ്യൂവിന് പോയ കാര്യം വിഷ്ണുവല്ലേ അറിഞ്ഞിട്ടുള്ളൂ. സത്യാമ്മയോട് പറയാൻ പറ്റിയില്ലല്ലോ. മോളെ, സത്യാമ്മയ്ക്ക് നീ സത്യം ചെയ്ത് കൊടുത്തതല്ലേ സിവിൽ സർവീസ് മോഹമൊക്കെ വേണ്ടാന്ന് വെച്ചേക്കാന്ന്. ഇനി അവരുടെ അനുവാദം ഇല്ലാതെ ഇന്റർവ്യൂവിന് പോയെന്ന് അറിഞ്ഞാ ഈ അമ്മ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? എന്റെ അമ്മ കളക്ടർ ആവാനൊന്നും പോണ്ടെന്ന് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ലേ സത്യമ്മ. പിന്നെ ഇന്റർവ്യൂവിന് പൊയ്ക്കൊള്ളാൻ പ്രീതിയുടെ ഇടപെടലിൽ സമ്മതിച്ചതാ സത്യമ്മ. പിന്നെ എനിക്ക് മുന്നിൽ ഒരു ഉപാധിയും വെച്ചു. നിന്റെ അനിയത്തെ നന്നാക്കാൻ നിനക്ക് ഒരാഴ്ച, അതായത് 7 ദിവസം. അതിനുള്ളിൽ നിനക്ക് നിന്റെ അനിയത്തെ നന്നാക്കാമെങ്കിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. എന്നിട്ട് ഇവള് നന്നായോ? എവിടെന്ന്? ശാരദാമ്മയുടെ അല്ലേ മോള്. പൊടി. എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇവള് നന്നായി. സത്യാമ്മ ആഗ്രഹിച്ചതുപോലെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞും വരാൻ പോന്നു. സത്യാമ്മയ്ക്കൊരു കുഞ്ഞിനെയൊക്കെ കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോ എനിക്ക് ഉറപ്പാ സത്യാമ്മ എന്നെ മടക്കി വിളിക്കും. അപ്പൊ ഈ ഇന്റർവ്യൂവിന് പോയ കാര്യം നമുക്ക് സമാധാനമായിട്ട് സത്യാമ്മയുടെ അടുത്ത് അവതരിപ്പിക്കാം. പോരെ? മതി എന്റെ ശാരദാമ്മേ, ഒന്നും പേടിക്കാതിരിക്കേ. അതുവരെ ഇന്റർവ്യൂവിന് പോയ കാര്യം സത്യാമ്മ അറിയാതിരുന്ന പോരെ? എങ്ങനെയെങ്കിലും അത് സത്യാമ്മ അറിഞ്ഞല്ലോ മോളെ. അതെങ്ങനെ അറിയാനാ? സത്യാമ്മയ്ക്ക് എന്താ ഇന്റർവ്യൂ ബോർഡിൽ പിടിപാടുണ്ടോ? അമ്മയൊന്ന് പോയേ. അമ്മയുടെ ഈ കാട് കയറിയുള്ള ചിന്ത കണ്ടിട്ടേ എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. പൊടി. വേറെ ജോലിയൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പമായത്. ഓ പിന്നെ. വേഗം പോയി ചോറെടുത്ത് വെച്ച്, അപ്പോഴേക്ക് ഞാൻ ഫ്രഷ് ആയി വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീണ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ? സോഷ്യൽ മീഡിയ എനിക്ക് ക്രേസാ. ചില ദിവസം നേരം വെളുക്കുന്നത് വരെ ഞാനിരിക്കും. ബെസ്റ്റ്. വാലന്റൈൻസ് ഡേക്ക് പബ്ബിൽ പോവാറുണ്ടോ? നോർമലി വൺസ് ഇൻ എ വീക്ക് പോവും. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ അല്ലേ? ദ ഹോൾ ഡേ ഞാനും ഫ്രണ്ട്സും ഒക്കെ അവിടെ ആയിരിക്കും. ജീവൻ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങളല്ലല്ലോ, വേറെയില്ലേ പരസ്പരം ചോദിക്കാൻ. ഡിഗ്രി പാസ്സായതല്ലേ? എത്ര പെർസെന്റേജ് ഉണ്ട്? അല്ല അതിപ്പോ 80. ആക്ച്വലി എക്സാം ടൈമില് എനിക്ക് സുഖമില്ലായിരുന്നു. കോളേജിൽ എല്ലാവരും എനിക്ക് റാങ്ക് പ്രതീക്ഷിച്ചിരുന്നതാ.
അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തേ. അതെന്തിനാ? ജീവന്റെ സർട്ടിഫിക്കറ്റ്സ് ഞാൻ ചോദിച്ചില്ലല്ലോ. കല്യാണമല്ലേ, ജോലിക്കുള്ള അപ്ലിക്കേഷൻസ് ഒന്നും അല്ലല്ലോ. എന്താ മോനെ ഇത്? ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവർ തമ്മില് എല്ലാം അറിഞ്ഞിരിക്കണമെന്നല്ലേ? പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. എന്താ ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? ഏയ് ഇല്ല, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തോണ്ട് വരാം. ആ മോൾക്കൊന്നും തോന്നണ്ട കേട്ടോ. ചില കാര്യങ്ങളിൽ ഇവൻ ഇങ്ങനെയാ. ഏട്ടനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. മനസ്സിലാക്കിയ എളുപ്പാ. അമ്മ എഴുന്നേറ്റെ. എന്താടാ? എത്ര പെർസെന്റേജ് ആണെന്ന് പറഞ്ഞ്? 80%. 80 അല്ല, 18. 18%. അത് പിന്നെ ആന്റി, കല്യാണം നടക്കാൻ വേണ്ടി ഇത്ര നുണ പറയുന്നവൾ കല്യാണം നടന്ന എത്ര പറയും? നേരം വെളുക്കുന്നത് വരെ പബ്ബും സോഷ്യൽ മീഡിയയും. അമ്മ വരുന്നുണ്ടോ? ജീവൻ സോറി കേട്ടോ. അവന്റെ ജീവിതമല്ലേ, അവന്റെ ഇഷ്ടമല്ലേ നോക്കാൻ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയും ഞാനൊരു തീരുമാനമെടുത്ത് അവരെ രണ്ടുപേരെയും വീണ്ടും കണ്ണീരിലാഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതിലെന്തും തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവന്തികയ്ക്കും അനഘയ്ക്കുമാണ്. ഈ ഒരു പ്രശ്നത്തിൽ അവരുടെ തീരുമാനമാണ് നടപ്പിലാകേണ്ടത്. എടുത്തി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഈ വിദ്വേഷമൊക്കെ മറന്ന് അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചൂടെ? ഇല്ല, ഇതെന്റെ വിദ്വേഷത്തിന്റെ കാര്യമൊന്നുമല്ല, ഈ കുടുംബത്തിന്റെ കാര്യ. ഞങ്ങളെ ഒന്നാകെ ചതിച്ചതിന്റെ കാര്യം. ഞങ്ങളെ ചതിക്കാനും അതിന് കൂട്ടുനിൽക്കാൻ ഓരോരുത്തരും എടുക്ക് കാണിച്ചപ്പോഴും ആ ചതിയിൽ ആരുടെയൊക്കെ കണ്ണു നിറയുന്നു നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. അതിനുള്ള ശിക്ഷ ഇതൊക്കെ. അതുകൊണ്ട് നീ തന്നെ നിന്റെ അനിയത്തെ പറഞ്ഞു വിട്ടേക്കണം. എടുത്തേ, ഞാൻ പറയുന്ന ചേച്ചി, എനിക്ക് വേണ്ടി ഇനിയും ചേച്ചി അവരുടെ മുന്നിൽ താഴരുത്. അങ്ങനെ ആരുടെയും കാല് പിടിച്ച് എനിക്ക് വീട്ടിൽ കയറാനും താല്പര്യമില്ല. ഞാൻ വന്നത് സന്ദീപിനെ കാണാനാ, ഉള്ളിൽ എന്താണെന്ന് അറിയാനാ. അത് സന്ദീപ് തന്നെ എല്ലാവരുടെ മുന്നിലും പറഞ്ഞു കഴിഞ്ഞു. സന്ദീപേ, ഞാനിവിടുന്ന് ഇറങ്ങാം. നിനക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം. എന്റെയോ നിന്റെയോ വീട്ടില് നമ്മളെ കേട്ടില്ലെങ്കിലും സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. നിനക്ക് താല്പര്യമാണെങ്കിൽ എന്റെ കൂടെ ഇറങ്ങാം. അങ്ങനെ
അവന്റെ താല്പര്യം നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ സംസാരിക്കുന്നതും കൂടെ വരാൻ വിളിക്കുന്നതും എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവിനെ. നിങ്ങൾ വലിയ ആളാണെന്നും നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് ചുരുക്കി പറയാം. എന്റെ സന്ദീപിന്റെ കുടുംബകാര്യത്തിൽ നിങ്ങൾ തലയിടണ്ട എന്ന്. സന്ദീപ്, ഞാൻ ഇറങ്ങാം. ആതിരെ, ഞാനും നീ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. ആ ആഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നിന്നോടൊപ്പം ഞാനും വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം വാങ്ങി ഒന്നിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതൊരിക്കലും നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായി ഇനിയും തുടരാതെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേഗം കൊണ്ടു നോക്കി വാ വാ കൊണ്ടുവാ. അവിടെ കെട്ടഴിക്കുക. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അങ്ങനെ എടി ഗംഗേ, നീ കാരണം ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നെന്നറിയോ? അവസാനം നീ എന്റെ കയ്യിൽ തന്നെ വന്നത് കണ്ടോ? ഞങ്ങൾ ഇവളെ കണ്ടുപിടിക്കാനേ ഒരുപാട് പാടുപെട്ടു. ഇവളൊരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുമായിരുന്നു. അവസാനേ ഞാനാ കണ്ടുപിടിച്ചത്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക്. നിനക്ക് എന്റെ വകയെ ഒരു ഫുള്ള് ഞാൻ എടുത്തു തരും. താങ്ക് യു. എന്റെ ശ്രീ മഹേശ്വര, ശ്രേയച്ചയ്ക്ക് ആപത്തൊന്നും വരുത്തരുതേ. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കണേ. എടത് ഗംഗയല്ല, ശ്രേയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാർ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എങ്ങനെ നോക്കിയാലും ശ്രേയ തന്നെടാ. നീക്ക് എവിടെ നോക്കിയാണ് ആണോ പോക്കുന്നേ? ഇവനാണ് സാർ അവളെ കണ്ടുപിടിച്ച് ചാക്കിട്ട് മൂടിയത്. അത് ഞാൻ മഞ്ഞസാരി കണ്ടു പോയതാ. ബാക്കിൽ നിന്നാ കണ്ടത്. പൊളിച്ചിരിക്കുന്ന കണ്ടപ്പോ എടുത്തോണ്ട് വന്നതാ. ബാക്ക് നോക്കിയാണ് ഒരാളെ തട്ടിക്കൊണ്ടുവരുന്നേ. പിന്നെ മഞ്ഞസാരി എന്റെ എല്ലാ പ്ലാനും പൊളിച്ചു. ഈ ശ്രേയ മഞ്ഞസാരി അടയാളം പറഞ്ഞിട്ട് ഇവിടെ മഞ്ഞസാരി കൊടുത്തോണ്ടെന്ന് എന്തിനാണ് മനസ്സിലാവാത്തെ? സാർ ഇവിടെ തട്ടിക്കൊണ്ടുവരണമെന്ന് ഇവിടെ ശരിക്കും ആഗ്രഹിച്ചിരിക്കും. അതെന്തിനാ? ഞാൻ കല്യാണം കഴിക്കാനൊന്നുമല്ലല്ലോ എങ്ങനെ തട്ടിക്കൊണ്ടുവരുന്നേ. ഈ പെണ്ണുങ്ങളുടെ മനസ്സിൽ എന്താന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ സാർ. ഇവളെന്തിനാ മഞ്ഞസാരി എടുത്ത് അവിടെ നിന്നേന്നറിയാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ഇവളോട് തന്നെ ചോദിക്കണം. ഇടാം. ഇനി ആരും ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. ഇവളെ വെച്ച് കൈലാസം വീട്ടിൽ നിന്ന് കാശുണ്ടാക്കണം. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പോവാം. ഞാൻ കൈലാസത്തിലെത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം. ആ സമയത്ത് നിങ്ങൾ മഹിയെ വിളിച്ച് ശ്രേയെ തട്ടിക്കൊണ്ടു പോയെന്നും വിട്ടുതരാൻ 10 ലക്ഷം രൂപ തരണമെന്നും പറയണം.
ഓ പറയാം. ഞാനവരെ പിരികേറ്റി എത്രയും പെട്ടെന്ന് പണം തരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. കാശ് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വിട്ടയച്ചാ മതി. ഓക്കെ സാർ. ഓക്കെ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഇതെങ്കിലും കുളമാക്കരുത്. ശരി സാർ. ശരി സാർ. അവന്റെ നമ്പർ ഞാൻ സെൻഡ് ചെയ്തേക്കാം. ആറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ വീട്ടിലെ ശ്രേയ എന്ന പെൺകുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവളെ വിട്ടുകിട്ടണമെങ്കിൽ 10 ലക്ഷം രൂപയുമായിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് വരണം. പോലീസിൽ അറിയിക്കാനോ മറ്റെന്തെങ്കിലും തരികിട പരിപാടി കാണിക്കാനോ നോക്കിയാ ശ്രേയയുടെ ശവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളിന്ന് ആരാണ് വിളിക്കുന്നത്? ഞാൻ ആരായാലും നിങ്ങൾക്കതറിയേണ്ട ആവശ്യമില്ല. പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പണവുമായി വരിക. ശരി, എങ്കിൽ ആ സമയവും സ്ഥലവും പറയൂ. നിങ്ങൾ പണം റെഡിയാക്കി സിറ്റിയിലേക്ക് വരിക. അപ്പോ വരേണ്ട സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. ശരി. ഞാൻ ഉടനെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. നല്ലതാ. നകുലിനെ പോലെ കഴിവുള്ളവർക്ക് വിദേശത്താണ് കൂടുതൽ സാധ്യത. അതെ. ആ, മഹി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ മഹി, എന്തു പറ്റി? എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ പോലെ? അത് എനിക്കിപ്പോ ഒരു കോള് വന്നു. ഗംഗയെ തട്ടിക്കൊണ്ടുപോയ കാര്യം മഹി അറിഞ്ഞു എന്ന് തോന്നുന്നു. ഒന്നും അറിയാത്ത പോലെ നകുല അഭിനയിച്ചു തകർക്കുന്നുണ്ടല്ലോ. ഇവൻ ഒരു അഭിനയ സിംഹം തന്നെ. ഒരു കോള് വന്നതിന് നീ ഇങ്ങനെ ടെൻഷനാവുന്നത് എന്തിനാ? അത് അമ്മേ, നമ്മുടെ ശ്രേയ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന്. ആരെ തട്ടിക്കൊണ്ടുപോയെന്നാ നീ പറഞ്ഞേ? ശ്രേയ. അയ്യോ, എന്റെ മോള് എന്തിനാ തട്ടിക്കൊണ്ടുപോയേ? ഏത് മഹാഭാവി അവളെ തട്ടിക്കൊണ്ടുപോയത്? എന്റെ ദൈവമേ! അയ്യോ ഈശ്വര! ഹൈമാവതി, ബഹളം വെക്കാതെ. എന്താ സംഭവം മഹി പറയട്ടെ. മഹിയും ജാനകിയമ്മ നിൽക്കുന്നത് കൊണ്ട് നകുലിന്റെ കുത്തിനെ പിടിച്ച് ചോദിക്കാനും പറ്റുന്നില്ലല്ലോ. ശ്രേയെ തട്ടിക്കൊണ്ടുപോയവര് എന്നെ വിളിച്ച് 10 ലക്ഷം രൂപ ചോദിച്ചു. അയ്യോ! അവര് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് പണം എത്തിച്ചില്ലെങ്കിൽ ശ്രേയെ കൊന്നുകളയുന്ന പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കവിതയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ചായതുകൊണ്ട് പുറത്തു നിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ല. കുടുംബക്കാര് മാത്രം മതി. ഗൗതമിന്റെ ആൾക്കാരായി എത്ര പേര് വരുമെന്ന് അറിയില്ല. എന്തായാലും 19 പേർക്കുള്ള ഭക്ഷണമെങ്കിലും റെഡിയാക്കണ്ടേ? അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു മുത്തശ്ശി. നമ്മൾ പറഞ്ഞ ഹോട്ടലിലാണോ? അതെ അതെ മുത്തശ്ശ. വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിന് അടുത്തുള്ള ഹോട്ടലല്ലേ?
അതാ എല്ലാവർക്കും സൗകര്യം. ഒരുക്കങ്ങളൊക്കെ നല്ലതാ. പക്ഷേ കവിതയും ഗൗതവുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. വെറുതെ കൂടെ കാശ് മുടക്കാം, അത്ര തന്നെ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അങ്ങനെ എന്റെ മനസ്സ് പറഞ്ഞു. ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ ചെറിയച്ഛൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ സംഭവിക്കാൻ പോകുന്ന കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്ത് കാര്യം? വിവാഹത്തിന് എന്താ തടസ്സം? അല്ല, എന്തായാലും ചെറിയച്ഛൻ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറ, ഞങ്ങളോട് കേക്കട്ടെ. ആരെന്തൊക്കെ പറഞ്ഞാലും നാളെ ക്ഷേത്രത്തിൽ വെച്ച ഇളയമ്മയുടെ വിവാഹം നടന്നിരിക്കും. ഇനി അതേക്കുറിച്ചൊരു തർക്കം വേണ്ട. ചെറിയ ചടങ്ങേ ഉള്ളെങ്കിലും കവിതയുടെയും ഗൗതമിന്റെയും വിവാഹം മംഗളമായി തന്നെ നടക്കട്ടെ. ഇല്ല, ഈ വിവാഹം നടക്കില്ല. ലച്ചുവിന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വിവാഹം മുടങ്ങും, അത് ഉറപ്പാ. ഇറങ്ങാറായില്ലേ? മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ. സമയമുണ്ട്, ഇരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇയാളുടെ രണ്ടാം ഘട്ടമാണത്? ആയിരിക്കും, പ്രായം കണ്ടാ അറിയില്ലേ.
എന്താ എന്തു പറ്റി? എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല, അത് തന്നെ. അയ്യോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. എല്ലാം ഞാൻ തെളിയിക്കും. ശേഖര മുത്തശ്ശനെ കൊല്ലുമെന്ന് പറഞ്ഞ് വിശാൽ സാറ് ഒരു തോക്കും എടുത്ത് ഇറങ്ങിയിരിക്കുവാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് വിശാൽ സാറ് അത് ചെയ്യുകയും ചെയ്യും. പാറു, എന്താ ഒരു ആലോചന? മണിക്കുട്ട, എനിക്കൊരു സംശയം. വിശാൽ സാറ് തോക്കെടുത്ത് ശേഖര മുത്തശ്ശനെ കൊല്ലാൻ പോകുന്ന വിവരം ഞാൻ പ്രഭാവതി അമ്മയോട് മാത്രമാ പറഞ്ഞത്. പക്ഷേ ആ വിവരം പോലീസ് അറിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ അറിഞ്ഞു? അത് മാത്രല്ല, വിശാൽ സാറ് ശേഖര മുത്തശ്ശനെ കാണാൻ നേരത്ത് അദ്ദേഹത്തെ വെടിവെച്ച ആ അജ്ഞാതൻ ആരാണ്? അയാൾ എന്തിനാ ശേഖര മുത്തശ്ശനെ വെടിവെച്ചത്? എല്ലാം കൂടി ചേർത്ത് ചിന്തിക്കുമ്പോ എവിടെയോ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടന്നതുപോലൊരു തോന്നല്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിന് ഉത്തരവും കിട്ടുന്നില്ല. പാറു, നിന്നോടും പ്രഭാവതി അമ്മയോടും പറഞ്ഞ വിവരങ്ങൾ പോലീസ് അറിഞ്ഞത് മറ്റാരിൽ നിന്നുമായിരിക്കില്ല. അത് പോലീസിന്റെ ചെവിയിൽ എത്തിച്ചത് പ്രഭാവതി അമ്മ തന്നെയായിരിക്കും. കാരണം ഗാർഗി നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ എല്ലാം പിറകില് പ്രഭാവതി അമ്മ തന്നെയായിരിക്കുന്ന എന്റെ ഒരു നിഗമനം. അല്ല, പ്രഭാവതി അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വിശാൽ സാറിനോട് അവർക്ക് സ്വന്തം മോനെ പോലെ സ്നേഹമാണല്ലോ. അങ്ങനെ സ്നേഹമുള്ളപ്പോ വിശാൽ സാറിനെതിരായിട്ട് അമ്മ ഇതുപോലെ പ്രവർത്തിക്കുമോ? പ്രഭാവതി അമ്മയ്ക്ക് ഇതിലെന്തെങ്കിലും പങ്കുള്ളതായി ഞാൻ കരുതുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പാറു നന്നായിട്ടൊന്ന് ചിന്തിക്ക്. അപ്പോ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. നീ ബുദ്ധിമതിയല്ലേ? ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ബുദ്ധിയൊന്ന് പ്രയോഗിക്കേ. വിശാൽ സാറിന്റെ ശത്രുക്കളെ പുകച്ച് പുറത്ത് ചാടിക്കേ. നീ പറഞ്ഞത് ശരിയാ. വിശാൽ സാറിനെ കുരുക്കിയ ശത്രുക്കളെ കണ്ടെത്തണം. അവര് തന്നെയായിരിക്കും ദേവമ്മയുടെ മരണത്തിന് പിന്നിലെന്നും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടാണല്ലോ ശേഖര മുത്തശ്ശനെ കൊല്ലാൻ അവര് ശ്രമിച്ചത്. എന്റെ മനസ്സിലൊരു പദ്ധതി തെളിയുന്നുണ്ട്. അതിലൂടെ തന്നെ ഞാൻ സത്യം തെളിയിക്കും. എല്ലാ ശത്രുക്കളെയും കണ്ടെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താമ്മേ, എന്തു പറ്റി? ആകെ ഒരു അസ്വസ്ഥത പോലെ. ഈ ബോക്സ്
ബോക്സ് കണ്ടിട്ടാണോ അമ്മയ്ക്ക് ഒരു അങ്കലാപ്പ്? അല്ല, അത് ബോക്സ് കണ്ടിട്ടൊന്നും അല്ല ഞാൻ ടെൻഷനായത്. പിന്നെന്താ കാര്യം? ഒന്നുമില്ല. അത് വെറുതെ. എന്തോ കാര്യമായിട്ടുള്ള ടെൻഷൻ അമ്മയ്ക്കുണ്ട്. എന്താ അത്? അത് പിന്നെ ഞാൻ വിശാലിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അവനെ കുറിച്ച് ചിന്തിച്ചിട്ടാ എനിക്ക് ടെൻഷൻ. ഒന്നും അറിയാത്ത എന്റെ മോന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേ? അതിന്റെ വിഷമം എനിക്കിപ്പോഴും മാറുന്നില്ല. മോൻ അമ്മയോട് എന്തെങ്കിലും തരത്തില് പിണക്കോ പരിഭവോ ഉണ്ടോ മോനെ? എന്തിന്? അല്ല, ലളിതേച്ചി കുറ്റപ്പെടുത്തിയതുപോലെ എനിക്ക് മോനെ പുറത്തിറക്കാൻ സാധിച്ചില്ലല്ലോ. അതാണോ അമ്മയുടെ പ്രയാസം? മോനെ, ഞാൻ പറയുന്നത് സത്യവാ. നിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. മോനെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യമാണ്. എന്റെ മോനിത് വിശ്വസിക്കണം. അമ്മ സങ്കടപ്പെടാതിരിക്ക. എനിക്ക് അമ്മയോട് യാതൊരു പിണക്കവും പരിഭവവും ഇല്ല. എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ അമ്മ ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മ ഒരു തരത്തിലും പ്രയാസപ്പെടണ്ട. എന്റെ നിരപരാധിത്വം അത് തെളിയിക്കപ്പെടും അമ്മേ. ശേഖരമേനോൻ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ. അദ്ദേഹം തിരിച്ചു വരും. അതോടെ എന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യവും അദ്ദേഹം എല്ലാവരുടെ മുന്നിലും വെളിപ്പെടുത്തും. നമ്മുടെ എല്ലാവരുടെയും സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഉടനെ തന്നെ കിട്ടും. അമ്മ സമാധാനായിട്ടിരിക്കെ. ചെല്ല്. ശരി മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നെന്റെ ടെൻഷനാണല്ലേ? അത് എന്തിനാ എന്റെ മുന്നിലും വസു ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്? ശ്രീകുട്ടിയെ തനിക്കിപ്പോ ജീവനാണെന്ന് എനിക്കറിയാം. മോൾക്കൊന്നും സംഭവിക്കില്ല. മോളെ ഉടൻ കണ്ടെത്തും. ഞാൻ DSP വിളിച്ചിരുന്നു. വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട. അപ്പോ മോൾക്ക് അവളെ വേഗം കണ്ടെത്തുമല്ലേ? പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. താമസിയാതെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. ഞാനാ പറയുന്നത്. വിഷമിക്കാതെ. ഇങ്ങനെ കരയല്ലേ? ശ്രീകുട്ടിയെ മോളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം. പോലീസ് ഊർജിതമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. DYSPയെ ഞാൻ ഇപ്പോഴും വിളിച്ചതേ ഉള്ളൂ. എന്റെ മോള് CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. മോള്
ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് തന്നെയാ പോലീസിന്റെ നിഗമനം. ആ സംഭവം നടക്കുമ്പോൾ അഭിരാമി അവിടെ എത്തിയത് എന്തായാലും ഐശ്വര്യ അറിഞ്ഞിട്ടില്ല. അയ്യോ ഐശ്വര്യ, നീ കോൾ എടുക്ക്, കാര്യം എന്താണെന്ന് അറിയാലോ. ഹലോ, ഓഫീസിൽ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അത് ഞാൻ ഇന്ന് ആ കണക്ക് സെറ്റിൽ ചെയ്ത് തരാമെന്ന് ജാസ്മിൻ ഏറ്റിരുന്ന ദിവസമാ. മാഡം എനിക്ക് സുഖമില്ല. സുഖമില്ലേ? അത് നന്നായല്ലോ. എന്നാ അക്കാര്യം എന്താ എന്നെ മുന്നേ അറിയിക്കാഞ്ഞ്? അത് മാഡം, ഒരു എക്സ്ക്യൂസും എനിക്ക് കേക്കണ്ട. ആ അക്കൗണ്ട് എനിക്ക് ഇന്ന് സെറ്റിൽ ചെയ്ത് കിട്ടണം, അത്യാവശ്യം. മാഡം അത് പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓഫീസിൽ വരണം, മനസ്സിലായോ? എന്താ ഐശ്വര്യ പറയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ ചെല്ലണമെന്ന്, ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഐശ്വര്യയുടെ ഭീഷണി. അരുൺ, എനിക്ക് എന്റെ മോളേക്കാൾ വലുതല്ല ഈ ജോലി. ഇപ്പൊ അങ്ങനെ ചിന്തിക്കാതെ, മോള് ഉടനെ തന്നെ തിരിച്ചെത്തും. അഭി, ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. തൽക്കാലം ഈ ജോലി കളയണ്ട. അഭി, വിഷമമുണ്ട്, ശരിയാ. എങ്ങനെയെങ്കിലും അഭി ഓഫീസിൽ പോകാൻ നോക്ക്. ഞാനല്ലേ പറയുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല തണുപ്പാ, കോഫി തണുത്തു പോകും, അതുകൊണ്ടാ. എനിക്ക് പ്ലീസ് പോ. ചെല്ലേ. എടോ, താൻ കോഫി കുടിക്കുന്നില്ലേ? എടോ, എന്താടോ, തനിക്ക് എന്താ പറ്റിയേ? അത് നമ്മുടെ ആദ്യരാത്രി നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്നാ ജോത്സ്യം പറഞ്ഞിരുന്നേ. പക്ഷേ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. അങ്ങനെയായ സാറിന്റെ ആയുസിന് ദോഷാവുന്ന ജോത്സ്യം പറഞ്ഞിരുന്നേ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാ? ഏയ്, അതൊന്നും പ്രശ്നമില്ലെന്നേ. അല്ല സാർ, അത് പ്രശ്നോ? സാറിനത് ആപത്താ. ജോൾസൻ അങ്ങനെ പറഞ്ഞ്. വെറുതെ ഓരോന്ന് ചിന്തിച്ച് വിഷമിക്കാതെ. ശരി, ഇപ്പൊ താനത് വിട്ടുകളയ. നമുക്ക് നാട്ടിലെത്തിയിട്ട് ഒരു നല്ല തന്ത്രിയെ കാണാം. എന്താ ഏതാന്ന് ചോദിച്ചറിയാം. അത് മതിയാവില്ലേ? ഞാനല്ലേ പറയുന്നേ, ഒന്നും ഒരു പ്രശ്നം വരാനില്ലെന്നേ. താൻ ആ കോഫി എടുത്ത് കുടിക്കേ.
എനിക്കൊന്നും സംഭവിക്കില്ല. താൻ കോഫി കുടിക്കുക. കുടിക്കേ. കുടിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കല്യാണത്തിനൊക്കെ അതിന്റേതായ ആചാരക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നിന്നെ അശ്വൻ കാല് കഴിയിക്കും. അത് കഴിയുമ്പോ ബൊക്ക നൽകി സ്വീകരിക്കും. അതിനുശേഷം പെണ്ണിന്റെ അമ്മായിയായ എന്റെ നേതൃത്വത്തിലും കാർമ്മികത്വത്തിലും താലമേന്തിയ പെൺകുട്ടികളുടെ അകമ്പടിയോടെ നിന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിക്കും. അതുവരെ ഈ മേക്കപ്പ് റൂം ഇട്ട് പുറത്തിറങ്ങരുത്, കേട്ടല്ലോ? ചാടി പോന്നു. ദൈവമേ, എലിവിലിൽ വീണതുപോലെ ആയല്ലോ. ഇപ്പൊ പെണ്ണും ചെക്കന് വരും. മാലതി, ഇങ്ങോട്ട് വന്നേ. ചേച്ചി, പെണ്ണിനും ചെക്കനെ ആനയിച്ചോണ്ട് വരാൻ താലെടുക്കണ്ടേ? അതിന് മീനാക്ഷിയുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ, പക്ഷെ നേതൃത്വം അമ്മായിക്ക് അയക്കണം. എന്റെ സാവിത്രിക്ക്. സാവിത്രിച്ചി ഒരേ സമയത്ത് അമ്മായി അപ്പച്ചിയൊക്കെ അല്ലേ? മീനാക്ഷിയുടെ അച്ഛന്റെ അനിയത്തിയാ ഞാൻ. ചിലടത്ത് ചിറ്റേന്ന് പറയും. ഭൂരിഭാഗ സ്ഥലത്തും അമ്മായി തന്നെയാ. സാവിത്രി, നമ്മുടെ മോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലേ, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ. എന്തുപറ്റി? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ ഒന്ന് നടന്നതാ. മോൾ അവിടെ ചെന്നിരിക്കെ. ശരി. എത്തിയോ? ദൈവമേ, ഇത് ഓണാക്കാൻ എന്താ ഒരു മാർഗം? കഷ്ടാലം പിടിച്ചവൻ തലമൊട്ട അടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ഇനി എങ്ങനെ ഞാൻ മൈഥിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? കുഴഞ്ഞല്ലോ. ഈ വൈശാഖിന്റെ ഉദ്ദേശം എന്താ? അവൻ പോയോ? ഒന്ന് വിളിച്ചു നോക്കാം, അപ്പൊ അറിയാലോ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പൊ അവൻ മുങ്ങിക്കാണും. അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. ഓ, ആശ്വാസമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടാ, നീ എന്താ ഇവിടെ? ഞാൻ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. പെണ്ണ് കെട്ടുമ്പോ കൈവിറക്കൊന്ന് പേടിച്ച് നീ കള്ളു കുടിക്കാൻ വന്നല്ലേ? അയ്യോ, അല്ല, ഞാൻ കള്ളൊന്നും കുടിക്കില്ല.
പിന്നെന്താ നീ ഇവിടെ? അത് ഞാനൊരു സാധനം എടുക്കാൻ വന്നതാ. അതെടുത്തു കഴിഞ്ഞു. എടുത്തു കഴിഞ്ഞെങ്കി വാ. അതെ, മണവാള ചെറുക്കൻ ഇങ്ങനൊന്നും കറങ്ങി നടക്കാൻ പാടില്ല. വാ, ഓഡിറ്റോറിയത്തിൽ കാണണം. ഈ സ്ത്രീ വലിയൊരു ശല്യമാണല്ലോ ദൈവം. വരാൻ വരുവാ. വായും പൊളിച്ചോണ്ട് നിൽക്ക്. വാ അങ്ങോട്ട്. ഓ, ദൈവമേ, പെയിൻ തുടങ്ങിയല്ലോ. എന്താ? ഈ പുരിക അല്പം കൂടെ ശരിയാക്കാനുണ്ട്. മതി, ഇത്രയൊക്കെ മതി. ഇത് കല്യാണമൊന്നും അല്ലല്ലോ, ഒരു നാടകം കളിയല്ലേ. മീനാക്ഷി, എന്താ നിങ്ങൾ ഇത്ര താമസിച്ച? അതിന് ഞങ്ങളാരും താമസിച്ചില്ലല്ലോ. പിന്നെ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താടി? എന്ത് വിചാരിച്ചത് നിന്റെ ഈ നിൽപ്പ്? സ്റ്റാൻഡേർഡായിട്ട് നിന്നെ കാലുവരാൻ തന്നെയാ ആ വൈശാഖിന്റെ പ്ലാൻ. മനസ്സിലായില്ല. എടി, ആ വൈശാഖ് ഇതുവരെ പോയിട്ടില്ലടി. എന്താ നീ പറഞ്ഞേ? നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? എടി, അവൻ കല്യാണ വേഷമൊക്കെ ഇട്ടേ മണവാളൻ ചമഞ്ഞപ്പുറത്ത് വിലസുക. കാശും കൈക്കലാക്കി. ഏത് ക്യാഷ്? ആ കാശ് മുഴുവൻ വ്യാജനാണല്ലോ. അല്ല, എന്താ അവന്റെ പരിപാടി? എല്ലാവരും കൂടി നിന്നെ വിളിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റും. എന്താ, അവന്റെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം? ഞാൻ കഴുത്തുനിന്ന് നീട്ടി കൊടുക്കില്ല. അവന്റെ കഴുത്ത് ഞാനിങ്ങ് എടുക്കും. ഇനി വയലന്റ് ആകാതെ ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണം. അവൻ എന്നെ ചതിക്കാനാ തീരുമാനിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചോ മക്കളെ? കുടിച്ചമ്മ. മോളെ, മുഹൂർത്തത്തിന് അധികം സമയമില്ല. ഞാനതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.